ഒരു ദിവസം ഈ ഭൂമിയെ മുഴുവനും നീതിയോടെ ന്യായം വിധിപ്പാൻ ദൈവം ക്രിസ്തുവിനെ നിയമിച്ചിരിക്കുക. അവരെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകി കൊടുത്തിട്ടുണ്ട്. അപ്പൊ യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് വഴി പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വരുമ്പോൾ നീതിയെപ്പറ്റി ബോധം വരുന്നു. എന്നാൽ യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് വഴി. അപ്പൊ എന്താണ്? യേശുക്രിസ്തുവിനെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സകലതയും ന്യായം വിധിക്കാനാണ്. അതുകൊണ്ട് കൈപ്പണിയായ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിന്റെ വെറും സൃഷ്ടിയായിരിക്കുന്ന, അല്ലെങ്കിൽ ആദമിന്റെ സന്തതിയായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ട പാപിയായിരിക്കുന്ന മനുഷ്യനെ തിരുമേനിയെന്നും പിതാവെന്നും വിളിക്കാതെ ഏക സത്യദൈവമായിരിക്കുന്ന ആ പിതാവിനെ അല്ലാതെ ക്രിസ്തു മുഖാന്തരമല്ലാതെ മറ്റൊന്നിനെയും മഹത്വപ്പെടുത്തുവാൻ ഒരു മനുഷ്യനെയും ദൈവം അനുവദിച്ചിട്ടില്ല. എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളെ മാനസാന്തരപ്പെടുന്നുവെങ്കിൽ, മാനസാന്തരപ്പെടാതെ ക്ഷമയില്ല, മാനസാന്തരപ്പെടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഉദാഹരണം, നമ്മുടെ കുഞ്ഞ് ഒരു തെറ്റ് ചെയ്തു, ഇനി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി ഞാൻ പറയാം. അവൻ കള്ളു കുടിച്ചു, ആദ്യമായിട്ട് കള്ളു കുടിച്ചു കഴിഞ്ഞിട്ട് അവൻ നമ്മളോട് പറഞ്ഞില്ല, നമ്മൾ ചോദിച്ചപ്പോൾ നിഷേധിക്കുകയും ചെയ്താൽ നമ്മളോട് കരുണയുണ്ടോ? കോപം വരുത്തല്ലേ ഉള്ളൂ. എന്നാൽ നമ്മൾ ചോദിച്ചിട്ടോ ചോദിക്കാതെ തന്നെ, അപ്പം എനിക്കൊരു അബദ്ധം പറ്റി, എൻ്റെ കൂട്ടുകാരെല്ലാം കൂടി എന്നെ വാങ്ങിച്ചപ്പം എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഇന്ന് കള്ളു കുടിച്ചു. നമുക്ക് എന്ത് ചെയ്യും? അവനോട് ക്ഷമ വരും. നമ്മൾ അവനെ ഇന്നലെ വരെ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചില്ലെങ്കിൽ അന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കും. ഈ മാനസാന്തരത്താൽ നമുക്ക് ദൈവത്തിനുള്ള സ്നേഹത്തെ നമുക്ക് അധികമായിട്ട് ലഭിക്കുക. മാനസാന്തരപ്പെടുന്നില്ലെങ്കിലോ ദൈവത്തിന്റെ വെറുപ്പ്, ദൈവത്തിന്റെ ക്രോധം നമുക്ക് കുടിക്കുക. അതുകൊണ്ടാണ് മാനസാന്തരപ്പെടാത്ത എല്ലാവരും സുബോധമില്ല ജീവിക്കുന്നത്. മുമ്പേ പറഞ്ഞ നമ്മളിതെല്ലാം പഠിക്കുമ്പോഴും നമുക്ക് സുബോധമില്ല. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവൻ ആരെന്ന് തിരിച്ചറിയാതെ വിഗ്രഹങ്ങളെയും സേവിച്ചിട്ട് മനുഷ്യരെ ചുമ്മിക്കൊണ്ട് നടക്കുന്നത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കും. അപ്പം മാനസാന്തരപ്പെട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം ക്ഷമിച്ച് എൻ്റെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കാമെന്ന് ദൈവത്തിൻ്റെ കൽപ്പന.